മഴ തോരും മുമ്പിൽ ഇന്നത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഊർമിളയ്ക്കാണെങ്കിൽ ചിന്നിമോളെ അഡോപ്റ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മളെ ചിന്നിമോളെ സംസാരവും ആ ഒരു ആക്റ്റീവൊക്കെ കണ്ടിട്ട് നമ്മൾ ഊർമിളയ്ക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് നമ്മളെ ചിന്നിമോൾ. അങ്ങനെ ആ സമയത്ത് നമ്മളെ സിസ്റ്റേഴ്സൊക്കെ പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ അലീനയുടെയും രേവതിക്കുട്ടിയുടെയും സമ്മതമില്ലാതെ ഞങ്ങൾക്ക് ചിന്നിമോളെ അഡോപ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഊർമിള പറയുന്നുണ്ട്, എന്നാൽ ശരി ഞാനാണെങ്കിൽ നിയമമൊന്നും തെറ്റിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ ഊർമിള പറയുന്നുണ്ട്. അങ്ങനെ ഊർമിള പറയുന്നുണ്ട്, എന്തായാലും എനിക്ക് ചിന്നിമോളെ അഡോപ്റ്റ് ചെയ്യാനല്ലേ പറ്റാത്തേ ഉള്ളൂ, എനിക്ക് ക്രേസി ചെയ്യാലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ചിന്നിമോളെ. അപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചിന്നിമോളെ ഒന്ന് കാണാനും ചിന്നിമോൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എനിക്ക് കൊണ്ടു കൊടുക്കാമല്ലോ എന്നൊക്കെ നമ്മൾ ഊർമിള ചോദിക്കുന്ന സമയത്ത് നമ്മൾ സിസ്റ്റേഴ്സ് പറയുന്നുണ്ട് അതിനൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഊർമിള ചിന്നിമോളത്ത് പറയുന്നുണ്ട്, ശരി ആൻറ്റി എന്നാൽ പോയിട്ട് പിന്നെ നമ്മൾ ചിന്നിമോളെ കാണാൻ വേണ്ടി മാത്രം വരാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ചിന്നിമോള് ചോദിക്കേണ്ടത് അതെന്തിനാ എന്നെ കാണാൻ വേണ്ടി വരുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ചിന്നിമോള് ചോദിക്കുന്നുണ്ട് കേട്ടോ. സംസാരം കേൾക്കുമ്പോൾ തന്നെ നല്ല നമ്മൾ ഊർമിളയ്ക്കാണെങ്കിൽ നമ്മളെ ചിന്നിമോളെ വിട്ട് പോകാനും തോന്നില്ല കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ഊർമിള പറയുന്നുണ്ട്, എന്തായാലും ആൻറ്റി പിന്നെ വരാമെന്ന് വയ്ക്കുമ്പോൾ നമ്മൾ ചിന്നിമോളയ്ക്ക് അതെന്തിനാ പിന്നെ വരുന്നത്. അപ്പോൾ ഊർമിള പറയും ചിന്നിമോളെ കാണാൻ. അതെന്തിനാ എന്നെ കാണുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും അതെനിക്ക് ചിന്നിമോളെ കാണണ്ടേ, ഇപ്പം നമ്മൾ ഫ്രണ്ട്സ് അല്ലേ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ഊർമിള പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ചിന്നിമോളെ കുറച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും ആ ശരിയാണ് നമ്മൾ ഫ്രണ്ട്സാണ്, അപ്പോൾ എന്നെ കാണാൻ വന്നു എന്നൊക്കെ നമ്മൾ ചിന്നിമോളാണെങ്കിൽ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളെ ചിന്നിമോൾ ഊർമിളയ്ക്കാണെങ്കിൽ ഉമ്മ കൊടുക്കുകയും കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബാലേന്ദ്രനാണെങ്കിൽ നമ്മൾ അലീനയുടെ അടുത്ത് മനസ്സ് തുറന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. കാര്യം വെച്ചാൽ നമ്മളെ ബാലേന്ദ്രൻ്റെ 3 മക്കളിൽ 2 പേരും പല സ്വഭാവങ്ങളായിട്ട് ഉള്ളവരായിരുന്നല്ലോ. ഇപ്പം നമ്മളെ രോഹിത്തിൻ്റെ സ്വഭാവങ്ങളൊക്കെ മാറി പെങ്ങന്മാരുമായിട്ട് നല്ല സ്നേഹവും കാര്യങ്ങളും. അതിനൊക്കെ തന്നെ നമ്മളെ കൃഷ്ണമോളെ നമ്മളെ രോഹിത്തിനെ കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെ ബബിതയാണെങ്കിലും നമ്മളെ രോഹിത്തിനെ ചേർത്ത് പിടിച്ച് സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ അലീന കാരണമാണല്ലോ ഇതൊക്കെ നടന്നത്. അപ്പം ആ ഒരു സന്തോഷമൊക്കെ കൊണ്ടിട്ട് നമ്മളെ ബാലേന്ദ്രനാണെങ്കിലും നമ്മളെ അലീനയുടെ കൈ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് ഓരോ സ്ഥലത്ത് തളർന്ന് കിടന്ന ആൾക്കാരാണ് ഓരോരുത്തരും, അവരെ എല്ലാവരെയും നീ കൂട്ടിച്ചേർത്ത് പിടിച്ചിട്ട് നീ ഒരു കരയ്ക്ക് കൊണ്ട് എത്തിച്ചെന്നൊക്കെ നമ്മൾ ബാലേന്ദ്രൻ ഇങ്ങനെ അലീനയുടെ അടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബാലേന്ദ്രൻ പറയുന്നില്ല, എനിക്കെല്ലാം മനസ്സിലായി മോളെ, ഞാൻ എന്താ നിനക്ക് ചെയ്യേണ്ടത്, ഇതിനു വേണ്ടി ഞാൻ എന്ത് പ്രതികാരവും നിനക്ക് ഞാൻ ചെയ്തു തരണ്ടേ എന്നൊക്കെ നമ്മളെ ബാലേന്ദ്രനാണെങ്കിൽ അതുപോലെ സന്തോഷത്തോടെയൊക്കെ നമ്മൾ അലീനയുടെ അടുത്ത് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ അലീന പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട അച്ഛാ, അച്ഛൻ എൻ്റെ അച്ഛനല്ലേ, ഞാൻ ആദ്യമായിട്ട് ഞാൻ അച്ഛാന്ന് വിളിച്ചത് അച്ഛനെയാണ്, അതുകൊണ്ട് എൻ്റെ അച്ഛനല്ലെന്ന് മാത്രം അച്ഛൻ പറയാതിരുന്നാൽ മതി എന്നൊക്കെ നമ്മൾ അലീന പറഞ്ഞിട്ട് സങ്കടത്തോടെ നമ്മൾ അലീന കരഞ്ഞുകൊണ്ടാണെങ്കിലും നമ്മൾ ബാലേന്ദ്രനെ കെട്ടിപ്പിടിക്കുന്നതൊക്കെ ഒരു രംഗമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പ്രൊമോയിൽ. അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.